Hello, are you ready for the next class? In the last class, we saw what a noun is, what the five parts of a noun are, and its examples. Did you like it? If this class is useful, please subscribe, like, and share. Okay, today we are going to discuss about the categories of noun. All the nouns are comes under two categories. They are countable nouns and uncountable nouns. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൗൺ എന്താണ്, നൗണിൻ്റെ 5 വകഭേദങ്ങൾ എന്തൊക്കെയാണ്, ഓരോന്നിൻ്റെയും എക്സാമ്പിൾസുമാണ് പഠിച്ചത്. ആ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗമാണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാറ്റഗറീസ് ഓഫ് നൗൺ എന്നതിനെക്കുറിച്ചാണ്. നൗൺസിനെ എല്ലാം രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് കൗണ്ടബിൾ നൗണും രണ്ടാമത്തേത് അൺകൗണ്ടബിൾ നൗണും. വാട്ട് ഈസ് കൗണ്ടബിൾ നൗൺ? കൗണ്ടബിൾ നൗൺസ് ആർ നെയിംസ് ഓഫ് തിങ്സ് വിച്ച് വി ക്യാൻ കൗണ്ട്. നമുക്ക് എണ്ണാൻ കഴിയുന്നവയെ ആണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. On the basis of number, a noun is divided into two, singular and plural. What is singular? Singular is a noun that denotes one person or a thing. ഒരു വ്യക്തിയെയോ ഒരു വസ്തുവിനെയോ സൂചിപ്പിക്കുന്നതാണ് സിംഗുലർ അഥവാ ഏകവചനം. എക്സാമ്പിൾ: ഗേൾ, ചെയർ, orange, book. Second is plural. It denotes more than one person or thing. ഒന്നിൽ കൂടുതൽ വ്യക്തികളെയോ വസ്തുക്കളെയോ കുറിക്കുന്നതാണ് പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനം. എക്സാമ്പിൾ: ഗേൾസ്, ബോയ്സ്, ലീവ്സ്, ആപ്പിൾസ്, etc. The next thing we are going to discuss is the formation of plurals. Plurals forms are generally formed by adding s to the singular. പൊതുവെ ഏകവചനത്തിൻ്റെ കൂടെ യെസ് ചേർത്താണ് പ്ലൂറൽസ് ആക്കുന്നത്. എക്സാമ്പിൾ: ബോയ്, ബോയ്സ്, ചെയർ, ചെയേഴ്സ്, ബേർഡ്, ബേർഡ്സ്, etc. If the word is ending in s, sh, ch, o or x, then es is added to the singular. വാക്കുകൾ s, sh, ch, o അല്ലെങ്കിൽ x എന്നിലാണ് അവസാനിക്കുന്നതെങ്കിൽ es. ക്ലാസ്, ക്ലാസസ്, ബുഷ്, ബുഷസ്, ബെഞ്ച്, ബെഞ്ചസ്, ബോക്സ്, ബോക്സസ്, മാംഗോ, mangoes, etc. Nouns ending in y preceded by a consonant, then ies is added to the singular. Consonant means the letters except a, e, I, o, u, which is known as vowels. Nouns വൈയിൽ അവസാനിക്കുകയും വൈക്ക് മുമ്പായി ഒരു വ്യഞ്ജനാക്ഷരം ഉണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സിംഗുലറിൻ്റെ കൂടെ ies ആണ് ചേർക്കുക. കൺസണൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വവൽസായ എ, ഇ, ഐ, ഒ, യു ഒഴികെയുള്ള ലെറ്റേഴ്സാണ്. എക്സാമ്പിൾ: ബേബി, ബേബീസ്, ലേഡി, ലേഡീസ്, സിറ്റി, സിറ്റീസ്, പോണി, ponies, etc. Did you understand all these things? For nouns ending in f or fe, then ves is added to the singular. എഫിലോ എഫിയിലോ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ, നൗൺസ് ആണെങ്കിൽ VES ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ:
leaf, leaves, wife, wives, half, halves, calf, calves, thief, thieves, etc. There are some exceptions from what we have discussed earlier. Here are some examples. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കാണുന്നത്. പിയാനോ, the last word is O, but S is added to that. Piano, pianos. Potato, potatoes. Only S is added. Roofs, chief, chiefs. Radio, radios. Kilo, kilos. ഈ വാക്കുകളിലെല്ലാം അവസാനം എസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. There are some irregular plurals also. വ്യത്യസ്തമായിട്ടിരിക്കുന്ന പ്ലൂറൽസും ഉണ്ട്. വുമൺ, വിമൻ, മാൻ, മെൻ, ചൈൽഡ്, ചിൽഡ്രൻ, പേഴ്സൺ, പീപ്പിൾ, ടൂത്ത്, ടീത്ത്, ox, oxen, mouse, mice, etc. We are discussing about countable nouns. Now we are going to listen about uncountable nouns. Uncountable nouns are names of things that we cannot count. We can only measure or weigh them. We can add a lot of, plenty of, a little, etc. നമുക്ക് എണ്ണുവാൻ കഴിയാത്ത വസ്തുക്കളുടെ പേരുകളാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അവയെ അളക്കുവാനോ തൂക്കി നോക്കുവാനോ കഴിയുകയുള്ളൂ. എക്സാമ്പിൾ: എയർ, ഡസ്റ്റ്, വാട്ടർ, സാൻഡ്, സോയിൽ, ലാൻഡ്, റൈസ്, എക്സെട്ര. അതുകൊണ്ട് we can use as a lot of furniture, 2 kilograms of rice, much land, a little salt, plenty of time, etc. Hope you have understood this lesson. Now here is an exercise for you. Find the plural forms of goose, knife, flower, buffalo, father-in-law. Okay, bye.